ഹലോ, നിങ്ങൾക്ക് ഫേസ് സിറംസ് യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഏത് സിറം എന്തിനു വേണ്ടി എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ള ഡൗട്ടിലാണെങ്കിൽ ലെറ്റ് മീ ഹെൽപ്പ് യു. ഫേസ് സിറംസ് ഉണ്ടാക്കിയിരിക്കുന്ന ആക്റ്റീവ് കോമ്പണൻസ് വെച്ചിട്ടാണ്. ആൻഡ് ഓൾസോ ഓരോ സിറത്തിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ സ്കിൻ കൺസേൺസിന് വെച്ചിട്ടാണ് ഓരോ സിറംസും ഉണ്ടാക്കിയിരിക്കുന്നത്. എക്സാമ്പിൾ പറയാനായിട്ട് ഇപ്പൊ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ ആണ്, അല്ലെങ്കിൽ റിങ്കിൾസിന്റെ ഇഷ്യൂസ് ആണുള്ളെങ്കിൽ ഈ ഓരോ ഇഷ്യൂസിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള സിറംസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ജെൽ, സൺസ്ക്രീൻസിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീറത്തിന്റെ കൺസിസ്റ്റൻസി വന്നിട്ട് കുറച്ചുകൂടിയും തിന്നർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് സ്കിന്നിൽ ഈസി ആയിട്ട് അബ്സോർബ് ആവും. ഓൾമോസ്റ്റ് 70% ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് കോൺസെൻട്രേഷൻ ആണ് ഫേസ് സിറത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി സ്കിൻ കെയർ പ്രോഡക്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫേസ് സിറംസ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സീറംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വന്നിട്ട് ഹൈഡ്രേറ്റിംഗ് സീറംസ് ആണ് കേട്ടോ. നിങ്ങളുടെ സ്കിൻ വളരെ ഡ്രൈ ആണ് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനകത്തുള്ള മോയ്സ്ചറിനെ റീറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്ലംപി ആൻഡ് ഒരു എന്താ പറയുക സപ്പിൾ ആയിട്ടുള്ള സ്കിന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സീറംസ്. അടുത്ത് വന്നിട്ട് ആന്റി ഏജിങ് സീറംസ് ആണുള്ളത്. സോ നിങ്ങളുടെ ഫേസിനകത്ത് റിങ്കിൾസ് ഉണ്ട് അല്ലെങ്കിൽ ഫൈൻ ലൈൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള സീറംസ് യൂസ് ചെയ്യാം. റെറ്റിനോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോട്ടന്റ് ഫോം ഓഫ് വൈറ്റമിൻ എ ആണ് കേട്ടോ. സോ അത് വന്നിട്ട് നിങ്ങളുടെ കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റപ്പ് ചെയ്യും, ഒരു ഫേമർ ആൻഡ് യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ സെയിം ഇഷ്യൂസിന് വേണ്ടിയിട്ട് നമുക്ക് പെപ്റ്റൈഡ്സ് അടങ്ങിയിട്ടുള്ള സീറംസും യൂസ് ചെയ്യാം. ഇനി ബ്രൈറ്റനിങ് സീറംസ് ഉണ്ട്. ബ്രൈറ്റനിങ് സീറത്തിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അതിനകത്ത് എസ്പെഷ്യലി മെയിൻ ആയിട്ട് വരുന്ന ഒരു സീറമാണ് വൈറ്റമിൻ സി സീറം. സോ നിങ്ങളുടെ സ്കിന്നിനകത്ത് ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഉണ്ട്, ആക്നീസ് ഉണ്ട്, ആക്നെ മാർക്സ് ഉണ്ട്, അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി സീറംസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ സീറമാണ് നയാസിനമൈഡ് സീറം. ഇതുപോലെ തന്നെ സെയിം ഫംഗ്ഷൻ ആണ് നമ്മുടെ ആക്നെ മാർക്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ഹൈപ്പർ പിഗ്മെന്റേഷനെയും അൺഈവൻ സ്കിൻ ടോണിനെയും ഒക്കെ മാറ്റാനായിട്ട് നയാസിനമൈഡും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന ബ്രൈറ്റനിങ് സീറത്തിനകത്ത് വരുന്ന കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സീറംസ് ആണ് ഗ്ലൈക്കോളിക് ആസിഡ്, അതുപോലെ തന്നെ ഫെറുലിക് ആസിഡ് കോമ്പണന്റ് ഉള്ള സീറംസ്, ആൻഡ് ഓൾസോ ആൽഫ ആർബുട്ടിൻ അടങ്ങിയിട്ടുള്ള സീറംസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആക്നെ ഫൈറ്റിംഗ് സീറംസ് ഉണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് സാലിസിലിക് ആസിഡ് കോമ്പണന്റ് അടങ്ങിയിട്ടുള്ള സീറംസ് ആണ്. സോ ഇത് വന്നിട്ടൊരു എക്സ്ഫോളിയേറ്റിംഗ് സീറമാണ്. നമുക്ക് ക്ലോഗ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ അൺക്ലോഗ് ചെയ്യാനും ഇൻഫ്ലമേഷൻസിനെ കൺട്രോൾ ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സിനെയും വൈറ്റ് ഹെഡ്സിനെയും റിമൂവ് ചെയ്യാനൊക്കെ നമുക്ക് ഈ സാലിസിലിക് ആസിഡിന്റെ സീറംസ് യൂസ് ചെയ്യാം. ഇനി എക്സ്ഫോളിയേറ്റിംഗ് സീറംസ് ഉണ്ട്. AHA സിറംസ്, ആൽഫ ഹൈഡ്രോക്സി ആസിഡ് സിറംസ് ഉണ്ട്. ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് പോലെയുള്ള സീറംസ് വന്നിട്ട് നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് മോസ്റ്റ് ലെയറിനെ നല്ലപോലെ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബ്രൈറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്മൂത്ത് കോംപ്ലക്ഷൻ നൽകുന്ന ഒരു സ്കിന്നിനെ അവർ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ സിറംസ് എപ്പോഴാണ് യൂസ് ചെയ്യണമെന്ന് അറിയോ? വൈറ്റമിൻ സി നമുക്ക് AM റുട്ടീനിൽ, അതായത് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ ആൻഡ് സേഫ്. ഹൈലറോണിക് ആസിഡ് വന്നിട്ട് നമുക്ക് ബോത്ത് AM ആൻഡ് PM റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ നയാസിനമൈഡും. എക്സ്ഫോളിയേറ്റിംഗ് സീറംസ് ലൈക്ക് AHA, BHAs, അതുപോലെ തന്നെ റെറ്റിനോൾ ഒക്കെ നമുക്ക് നമ്മുടെ PM റുട്ടീനിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നിങ്ങൾ ഓരോ സീറംസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ കൺസേൺസിന് വേണ്ടിയിട്ട് വേണം സീറംസ് യൂസ് ചെയ്യാനായിട്ട്.